ഓ എത്തിയോ? ഇവിടെ വധിക്കാനേ ഓ തത്തമ്മ അവിടെ കാത്തിരിപ്പുണ്ടാവും, അങ്ങോട്ട് ചെല്ല്. ഉള്ളതാ. അഭിരാമി. ഇതെന്നതാ? എന്നാ പടം നീ വരയ്ക്കുന്നത്? സഖിച്ച അതവിടെ വയ്ക്കേ, അതവിടെ വയ്ക്കാൻ. നീ സഖിച്ചന്റെ പടം വരയ്ക്കേ? മാറി നിൽക്കാൻ അങ്ങോട്ട്. സഖിച്ച മാറി നിൽക്കാനാ പറഞ്ഞത്. ഞാൻ നിന്നെ ഒന്ന് തൊട്ടാലെന്നാ? ഇല്ലില്ല, ഞാൻ 2 ദിവസത്തേക്ക് കൂടെ ഉണ്ടാവില്ല. ആ ശരി, ഞാൻ വിളിക്കാം. മധു ഇത് യാത്രയിലായിരുന്നു, എന്നാ ഒന്ന് പറഞ്ഞിട്ട് പോണ്ടായോ? ഇച്ചേ ദാ ഇത് കണ്ടോ? ചുമ്മാ കാത്തിരുന്ന് ബോറടിച്ചപ്പോ എങ്ങനെയുണ്ട്? നീ വലിയൊരു കലാകാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നന്നായിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ. ഫിനിഷിംഗ് ആയിട്ടില്ല, ഞാനതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ ചായ. കഴിക്കാൻ എടുക്കട്ടെ ചായ? ഇപ്പൊ വേണ്ട, ഇന്ന് സ്മാർട്ട് ആയിട്ടുണ്ടല്ലോ. ഇച്ചാൻ എന്താ ഒരു മൂഡ് ഔട്ട് പോലെ? ഞാൻ ഹാപ്പിയല്ലേ? സൈറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും അല്ലേ? ജോലിക്കാരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ, അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ പ്രോബ്ലം, അല്ലെങ്കിൽ വീടിന്റെ ഓണറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും. ഇങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടല്ലോ തലയിൽ. അതുകൊണ്ടാ ചിലപ്പോൾ റഫാവുക എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്താ ഇച്ചായ? ഇച്ചായ എനിക്ക് വേദനിക്കുന്നു, വീട്. വേദനിച്ചോ? പോടുന്നു. കുറച്ചു കാലത്തേക്ക് ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യണം. അതെന്താ? ശയനപ്രദർശനം ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ ഒരു നേർച്ചയുണ്ട്, ചെറിയൊരു വ്രതം. എത്ര നാളത്തേക്ക്? അത് ഞാൻ പറയാം. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഈ ഇച്ചായന്റെ ഒരു കാര്യം. പോയി ഭക്ഷണം എടുത്ത് വയ്ക്കാൻ. എന്റെ അടുത്ത് ഈ പൊട്ടങ്കളി വേണോ?
വേണ്ട, ഇനി മുറ്റ എന്തായാലും വേണ്ട. ആ അതെന്താ? ഇതുവരെ എന്തായിരുന്നു? ഒന്നുമില്ല ശ്രീകല ചാച്ചി. ഉം. എന്നതാ എന്നതാ? ആ ഞാനിതൊന്ന് പരീക്ഷിച്ചു നോക്കിയതാ. ആ പാഞ്ചിക്കാളി അന്ന് രാത്രി എന്നെ പൂജയൊക്കെ ചെയ്ത് ഹിരണ്യനെ അവളുടെ ദേഹത്ത് നിന്ന് ഒഴിപ്പിച്ചു കാണും. ഇനി വിളിച്ച വിളിപ്പുറത്ത് കിട്ടുകയില്ല അഭിരാമിയെ. ഒരു ഭൂതം വന്ന് കയറിയതോ ഇറങ്ങിപ്പോയതോ ഒന്നും അറിഞ്ഞിട്ടില്ല പാവം. അല്ല, പാപ്പാന്റെ മകളിൽ അങ്ങനെ ഒരു ശക്തി വന്ന് കയറിയതുകൊണ്ടാണല്ലോ ഇറക്കി വിടാതെ ഇവിടെ തന്നെ നിർത്തിയത്. ഇനിയിപ്പൊ എന്നാത്തിനാ ഡേവിച്ചിനെയും പെണ്ണിനെയും ഇറക്കി വിടരുതോ? എന്നതായാലും 101 ദിവസത്തെ വ്രതവും കഴിഞ്ഞ് ഹിരണ്യം വരട്ടെ. അതുവരെ ഒന്ന് പതുങ്ങി നിൽക്കുന്നതാണ് നല്ലത്, ഇല്ലയോടോ? അതുള്ളതാ. എന്നതൊക്കെ പറഞ്ഞാലും ഇവൾ അഭിരാമിയില്ലെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലടോ. പ്രത്യേകിച്ച് ആ ചന്ദനക്കുറിയും തുളസിക്കതിരും. എന്താ സാർ കാണണമെന്ന് പറഞ്ഞത്? ശ്രീകല, നീ കൂടുതൽ അഹങ്കരിക്കരുത്. വീണ് കിട്ടിയ സൗഭാഗ്യങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയാ വേണ്ടതെന്ന് ഉപദേശിക്കാനേ പറ്റൂ ആർക്കും. എന്താ സാർ? ഡേവിച്ചിനെ അളിയനായിട്ട് മാത്രമല്ല, ഒരു ക്ലോസ് ഫ്രണ്ടായിട്ട് കൂടിയാണ് ഞാൻ കരുതുന്നത്. മുൻചുണ്ടിയൊക്കെ ഉണ്ട്, പക്ഷേ അവൻ്റെ മനസ്സെനിക്കറിയാം. ശ്രീകല എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു സാഹസത്തിന് മുതിർന്നത്. നിന്റെ ലൈഫ് സെക്യൂർ ആവുമല്ലോ, അവനും ഒരു കുടുംബജീവിതം ആവുമല്ലോ എന്നും കരുതി. എല്ലാം കൊണ്ടുപോയി തൊലയ്ക്കാണല്ലോ കുട്ടി നീ. എന്താ സാർ, എന്താ പ്രശ്നം? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. അതിന് തന്നെയാ കാണണമെന്നും പറഞ്ഞത്. ഇങ്ങോട്ട് വരുന്ന വിവരം ഡേവിച്ചിനോട് പറഞ്ഞിരുന്നോ? ഇല്ല, ഇച്ചാൻ ഇവിടെ ഇല്ല. ശ്രീകല, താളം തെറ്റിയൊരു ദാമ്പത്യത്തിന്റെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതിന്റെ തുടക്കം എവിടെയാണെന്നും എനിക്കറിയാം. ഭർത്താവ് പറയുന്ന കേട്ട് അടിമയെ പോലെ കഴിയണമെന്നല്ല, കോംപ്രമൈസ് ചെയ്യാൻ കഴിയണം.
അതാ ലൈഫ്. ഡേവിച്ചൻ കുഞ്ഞുനാളിലെ അമ്മ നഷ്ടപ്പെട്ടവനാ. പിന്നെ അപ്പൻ്റെ ഈ സ്വഭാവവും. അവൻ്റെ ക്യാരക്ടറിൽ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ കാണും. പെട്ടെന്ന് ദേഷ്യപ്പെട്ടെന്ന് വരും, ചിലപ്പോൾ ചീത്ത വിളിച്ചെന്നും വരും. അതൊക്കെ മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. കുട്ടി ചെറുപ്പമാണ്, പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് വരും. ശ്രീകല ബുദ്ധിയുള്ളൊരു കുട്ടിയല്ലേ. ബുദ്ധി എന്ന് പറഞ്ഞാൽ റാങ്ക് വാങ്ങിക്കുന്നതോ IAS എടുക്കുന്നതോ ഒന്നുമല്ല. സിറ്റുവേഷൻസ് മനസ്സിലാക്കാനുള്ള ഔചിത്യ ബോധമാണ് യഥാർത്ഥ ബുദ്ധി. യു ആർ ഇൻ്റലിജൻറ്റ്. പിന്നെന്താ നിനക്ക് പറ്റുന്നേ? പറയ്. കരയാൻ വേണ്ടി പറഞ്ഞതല്ല, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. അതിനിപ്പോ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ സർ. കൊടൈക്കനാലിലേക്ക് പോയതിനു ശേഷം ഇച്ചാൻ എന്നോട് വലിയ ഇഷ്ടമാണ്. സത്യമാണ് സർ, ഇച്ചാൻ എന്നെ വലിയ ഇഷ്ടമാണ്. ശരി, ഇനി നിന്റെ ഭാഗത്തുനിന്ന് തെറ്റുകളുണ്ടാവില്ലെന്ന് എനിക്ക് വാക്കുതാ. വാക്കാണ് സർ. അല്ലെങ്കിലും ഇപ്പൊ ഒരു കുഴപ്പമില്ല ഞങ്ങൾ തമ്മിൽ. വലിയ ഇഷ്ടം തന്നെ. അല്ലെങ്കിൽ ചോദിച്ചു നോക്ക്. ഏയ് ശ്രീകല, കരയാതെ. ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എഴുന്നേൽക്ക്. ശ്രീകല, എഴുന്നേൽക്ക്. വാ. ഒരു ചായ. സുകുമാരോ, ഒരു കെട്ട് വീടി കൂടി എന്റെ പറ്റിലെഴുതിക്കോ. ഇനി പറ്റൊന്നും നടക്കൂല, കുറെ ആയി. താൻ ഈ ആനയെ മാത്രം മേയ്ക്കാൻ നടക്കാതെ വല്ല തൂമ്പ എടുത്ത് കളയ്ക്കാൻ പറ്റൂടെ? തൂമ്പായോ? കിളയ്ക്കാനോ? ആര്? ഞാനോ? അത് വേറെ കാര്യം. അയ്യോ, ഇത് ആരായത്? ഇത് കണ്ടോ? ഇത് ആരാണെന്ന് അറിയാമോ? എന്റെ മരുമോനാ, എന്റെ മരുമോൻ. ഇതാ നോക്ക്, കാറൊക്കെ ഉണ്ട്, സ്വന്തം കാറാ. ഒന്നല്ല, ഇനി വേറെ കാറുകളുണ്ട്. കിളയ്ക്കാൻ പോണേ, കിളയ്ക്കാൻ. മരുമോനെ കളക്ടർ പെണ്ണെന്ന് പറഞ്ഞ് കളിയാക്കിയോമാരാ അവനൊക്കെ. കണ്ടോടാ എന്റെ മരുമോനെ, ശരിക്കും കണ്ടോ? വന്ന് വണ്ടി കയറ്. കണ്ടോടാ മനോഹരന്റെ പിടിപാട്. സൂക്ഷിക്കണം. എന്നോട് തൂമ്പ എടുത്ത് കിളയ്ക്കാൻ. വണ്ടിയോട് വരുമോനെ. വരൂ. എന്റെ മോള് തന്നെ എന്നെ ഇറക്കി വിട്ടതല്ലേ, ഇനിയും അങ്ങനെ വല്ലതും സംഭവിക്കുമെന്ന് നോക്കാം. നീ വാ വാ. വാ ശ്രീകല. ആ, ഇച്ചാൻ ഇന്ന് നേരത്തെ എത്തിയോ? അച്ഛാ, അമ്മേ, മാമ ഇരിക്കേ. ശ്രുതി എവിടെ? അവള് സ്കൂളിൽ പോയിരിക്കുക. കേറി വാ അച്ഛാ. സന്തോഷായി മോളെ, സന്തോഷായി. മോളുടെ മനസ്സ് തെളിഞ്ഞല്ലോ, അത് മതി. ആ ശ്രീകല അല്ലല്ലോ ഇപ്പോ, അല്ലേ? വാ അച്ഛാ. അമ്മേ വാ, അമ്മേ ഇരിക്കേ. ശ്രുതിയെ കൂടെ കൂട്ടായിരുന്നു. അതിനൊക്കെ നേരം വേണ്ടേ മോളെ? ഞാൻ സുകുമാരന്റെ കടയിൽ നിൽക്കുമായിരുന്നു. ദേവിച്ച വന്ന് വിളിച്ചപ്പോ പെട്ടെന്ന് നീ പോന്നതല്ലേ. എന്താ കാര്യം? നീ ഇവർക്കേ വല്ലതും കഴിക്കാനെടുക്ക്. വാ അച്ഛാ, നമുക്ക് താഴേക്ക് പോവാം. വേണ്ട വേണ്ട, വെറുതെ അപ്പം കണ്ട് എന്തിനാ ഇഷ്യൂസ്? നീ ആഹാരം ഇങ്ങോട്ട് എടുത്താൽ മതി. കഴിക്കുന്നതൊന്നും അല്ലല്ലോ കാര്യം. ഞങ്ങള് മോളുടെ അടുത്ത് ഇത്തിരി ഇരുന്നോട്ടെ, അത് വേറെ കാര്യം. നീ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ. ഡേവിഡിന്റെ കാലിൽ തൊട്ട് വന്നിക്കണം.
ഞാൻ വീട്ടിലേക്കൊന്ന് വരണമെന്ന് ഇച്ചായനോട് പറയാനിരിക്കായിരുന്നു. അപ്പോഴാ ഇച്ചായൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ശ്രീകല ആളാകെ മാറിയതും നമ്മൾ ജീവിതം തുടങ്ങിയതും ഇവരും അറിയട്ടെ. സന്തോഷം എല്ലാവർക്കും വേണ്ടേ? പറഞ്ഞു കൊടുക്കല്ല. എന്തു പറയാൻ? എങ്കിൽ ഞാൻ പറയാം. എന്റെ അപ്പനും പെങ്ങളും ചേർന്ന് ജീവിതം നശിപ്പിച്ച പെൺകുട്ടിയെ രക്ഷിക്കാന്നുള്ളത് വാശി തന്നെയായിരുന്നു. എന്നാലും പൂർണ്ണമായ അർത്ഥത്തിൽ നീ എന്റെ ഭാര്യയായതെന്നാ. ആ ഡേറ്റ് ഒന്ന് പറയുന്നേ. അതെന്തിനാ ഇച്ചായ? നമ്മൾ കൊടൈക്കനാലിലൊക്കെ പോയത് എന്നാന്ന് ഇവരും കൂടി ഒന്ന് അറിയട്ടെ. അത് നമ്മള് മിനിഞ്ഞാന്ന് വന്നതല്ലേ ഉള്ളൂ. അതല്ല കാര്യം. എന്നാ ഞാൻ ശ്രീകലയെ ഒരു ഭർത്താവിന്റെ അധികാരത്തോടെ സ്പർശിച്ചിട്ടുള്ളത്? എന്താ ഇച്ചായ ഇത്? ഡേറ്റ് പറയുന്ന അങ്ങോട്ട്. നിന്നെ വളർത്തി വലുതാക്കിയ അപ്പനും അമ്മയൊക്കെ അറിഞ്ഞിരിക്കട്ടെ ഇതെല്ലാം. ഈ 14-ാം തീയതി അല്ലേ? ഇച്ചായന്റെ മനസ്സിൽ ജീവിതം തുടങ്ങിയതിന്റെ സന്തോഷം അങ്ങനെ നിറഞ്ഞു നിൽക്കുക. പറയങ്ങോട്ട്. 14-ാം തീയതി. ആ ഡേറ്റ് അച്ഛനും അമ്മയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. എന്താ ഇച്ചായ ഇതൊക്കെ? വേറൊന്നിനും അല്ലെന്നേ. എനിക്കിത്തിരി വട്ടം ചിന്താഗതിയൊക്കെ ഉണ്ടല്ലോ. ഒന്നുമില്ലെങ്കിൽ ഒരു തലതെറിച്ചോനല്ലേ ഞാൻ. അതിന്റെ കിറുക്കാണേ. ഞാൻ ഇവർക്ക് കഴിക്കാൻ വല്ലതും കൊടുക്കട്ടെ? അയ്യോ, തലചുറ്റി വീണോ? എന്നിട്ട് തലയിറക്കം പതിവില്ലാത്തതാണല്ലോ. മോനെ ഡേവിച്ച, ഡോക്ടർ എന്ത് പറഞ്ഞു മോളെ? കുഴപ്പമൊന്നുമില്ല അച്ഛാ. അവിടുത്തെ പാണ്ടി ഡോക്ടർമാരെയൊന്നും കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. മോനെ ഡേവിച്ച, നമുക്ക് ഇവിടുത്തെ ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിച്ചാലോ? ഞാൻ നോക്കിക്കോളാം. കാര്യമായിട്ടൊന്നുമില്ലല്ലോ. എങ്കിൽ കുഴപ്പമില്ല. മോൻ പറഞ്ഞാ പിന്നെ ഒരു കുഴപ്പമില്ല. അത് വേറെ കാര്യം. കൊടൈക്കനാലിൽ എവിടെയൊക്കെ കണ്ടു മോളെ? അച്ഛന് നിന്നെ കൊടൈക്കനാൽ കൊണ്ട് കാണിക്കാനുള്ള യോഗം ഉണ്ടായില്ല. എന്തായാലും അത് ഇങ്ങനെ നടന്നല്ലോ. അത് വേറെ കാര്യം. എടിരായമോ, നമ്മളെ കൊണ്ട് നമ്മുടെ മക്കളെ ഊട്ടിയിലും കൊടൈക്കനാലിലും കൊണ്ട് കാണിക്കാൻ പറ്റാത്തതിന് പകരം നമ്മുടെ പൊന്നു മരുമോൻ നമ്മുടെ മക്കളെ ഊട്ടിയും കൊടൈക്കനാലിലും ഒക്കെ കൊണ്ട് കാണിക്കും. വേണ്ടി വന്ന പരിശീലിപ്പൂ. അത് വേറെ കാര്യം. ആരാടാ എന്റെ വീടിന്റെ തട്ടുമ്പുറത്ത് കിടന്ന് കളിക്കുന്നത്? അയ്യോ, സക്കായി മലയാളി. ഈ കള്ള പരീക്ഷകളെ ഇങ്ങോട്ട് കേട്ടരുതെന്ന് പറഞ്ഞുള്ള പരീക്ഷകളോ? നിങ്ങൾ ആരെയാ പരീക്ഷകളെന്ന് വിളിക്കുന്നത്? എന്റെ മരുമകൻ ഈ ഡേവിച്ചൻ വിളിച്ചിട്ടാ ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾക്ക് ചില കുടുംബകാര്യങ്ങൾ സംസാരിക്കാം. മുതലാളി ഞങ്ങളുടെ മോളെ മരുമകളായിട്ട് അംഗീകരിച്ചല്ലോ. അപ്പൊ ഞങ്ങളെ അംഗീകരിച്ചേ പറ്റൂ. ഒന്നും കാണാതെ സക്കായി മാപ്പിള ഒരു കാര്യവും ചെയ്യയില്ല. എടാ ഡേവിച്ച, നീ ഇവരെ ഇറക്കി വിടുന്നോ അതോ ഞാൻ വെട്ടുകത്തി എടുക്കണോ? വെട്ടുകത്തി എടുക്കണം. ഇറങ്ങടാ വിളിയ. ഇറങ്ങടാ വിളിയ. നിന്നോടാ പറഞ്ഞ ഇറങ്ങണേ ഇവിടുന്ന്. ഞങ്ങള് മഴക്കിനും വെക്കാണത്തിനൊന്നും വന്നതല്ല. ഞങ്ങളുടെ മോള് ഇവിടെ സുഖമായിട്ട് കഴിയുന്നുണ്ടല്ലോ, അത് മതി. എടോ സക്കായി മാപ്പിളെ, തന്റെ പഴയ കളിയൊന്നും ഇനി എന്റെ അടുത്ത് നടക്കത്തില്ല. ഞാൻ ആരാണെന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം. താൻ വരട്ടല്ലേ? എന്റെ അച്ഛനെ അമ്മ ഇറക്കി വിടാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഇനി അധികകാലം നിന്നെ ഇവിടെ വാഴിക്കാൻ സക്കായി മാപ്പിള ഉദ്ദേശിക്കുന്നില്ല.